കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ലതും വിലയേറിയതുമായ സന്ധ്യാസമയത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമേറിയ നിമിഷം നമുക്ക് വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടി കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ച സ്നേഹത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ദൂരത്തും ചാരത്തുമായി ഫേസ്ബുക്ക് ലൈവിലൂടെയും സൂം പ്ലാറ്റ്ഫോമിലൂടെയും മറ്റേ ഇതര മീഡിയകളിലൂടെ തുടർന്ന് യൂട്യൂബ് ചാനലിലൂടെയൊക്കെയും ഈ സാക്ഷ്യം കേൾക്കുവാനിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോഴേ ഈ ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം ജയമെടുക്കേണ്ടതിന് കർത്താവ് സഹായിക്കുന്നുവല്ലോ. എത്രയോ ജീവിതങ്ങൾ ആമേൻ അനുഭവങ്ങൾ നമ്മോട് പങ്കിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. നമുക്ക് എവിടെയും ഏത് സമയത്തും നമ്മുടെ അനുഭവങ്ങൾ തുറന്നു പറയുവാൻ നമുക്ക് സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇങ്ങനെയൊക്കെ വേദികൾ ഒരുക്കുമ്പോൾ നമ്മുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ പ്രേക്ഷകരോട് നാം പങ്കിടുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹവും വിടുതലുമായി മാറട്ടെ. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച നമ്മുടെ നടുവിലേക്ക് കർത്താവിൻ്റെ ദാസി സുജ സുനിൽ കടന്നു വന്നിട്ടുണ്ട്. കർത്തദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഒരു അനുഗ്രഹമേറിയ കർത്തദാസിയാണ് നമുക്ക് ഇന്ന് ലഭിക്കുവാനിടയായത്. കർത്താവിന്റെ ദാസിക്ക് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്ന കർത്തദാസിയെ ക്ഷണിക്കും മുൻപായിട്ട് ഒരു നിമിഷം കർത്തദാസിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലൂയ. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങയുടെ ദാസിയെ ആ ബലമാർന്ന കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവമേ, അവിടുത്തെ മഹത്വം തന്റെ ദാസിയുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ. അനുഗ്രഹീതമായ നിമിഷങ്ങൾ കർത്താവെ, ഞങ്ങൾക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങളെ പങ്കിടുമ്പോൾ ഇത് അനേകർക്ക് ഒരാശ്വാസമായി മാറുവാൻ ഇടയാക്കണം. കർത്താവെ, ദൂരത്തും ചാരത്തുമായി വിവിധ മീഡിയകളിലൂടെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എൻ്റെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കർത്താവെ അനുഗ്രഹമാക്കണമേ. ഒരു തടസ്സവും ഉണ്ടാകുവാൻ അനുവദിക്കല്ലേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയാട്ടെ. ഏറെ പ്രത്യാശ കൊണ്ടും ധൈര്യം കൊണ്ടും ഞങ്ങളെ നിറച്ചനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. സകല മാനവും മഹത്വവും ഓടുന്നെടുക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസി സുജ സുനിലിനെ വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സുജ സുനിൽ എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയില് പാറമ്പുഴയിലാണ് താമസിക്കുന്നത്. എനിക്ക് ഹസ്ബൻഡും ഒരു മോനും ഉണ്ട്. വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. ഏത് ചർച്ചിനോടുള്ള ബന്ധത്തിലാണ് നിങ്ങളായിരിക്കുന്നത് ഇപ്പോൾ? വിശ്വാസത്തിലായിട്ട് 45 വർഷത്തിന് മേളില് വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് ജനിച്ച് വളർത്തപ്പെടുവാൻ വേണ്ടിയത്. അപ്പൊ പാരമ്പര്യമായിട്ട് വിശ്വാസത്തിലാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങൾ അനുഭവങ്ങൾ കർത്താവ് നൽകി തന്നിട്ടുണ്ട്. അവയ്ക്ക് എല്ലാത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസി ഇന്ന് ഈ പകൽക്കാലം തൻ്റെ ബാല്യകാല സ്മരണകള് ജീവിതത്തിൽ കർത്താവ് നടത്തിയ വിധങ്ങളെ ഒക്കെയും ഓർത്തെടുത്തുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് അനുഗ്രഹീതമേറിയ സാക്ഷ്യം പങ്കുവെക്കേണ്ടതിന് കർത്താവിന്റെ ദാസിയെ ക്ഷണിച്ചു കൊള്ളുന്നു. കർത്താവിന്റെ ദാസിക്ക് തന്റെ സാക്ഷ്യങ്ങൾ തുടരാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യയിൽ ഒരു പ്രാവശ്യവും കൂടെ കർത്താവിനെ ഉയർത്തുവാൻ ജീവിതത്തിൽ ഒരവസരം കൂടെ തന്ന കർത്താവിന് ഇന്ന് സന്ധ്യാസമയം നന്ദി അറിയിക്കുകയാണ്. വിശേഷാൽ ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ബീനാൻറ്റിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരു പ്രാവശ്യവും കൂടെ അറിയിക്കുകയാണ്. എൻ്റെ പേര് സുജ സുനിൽ എന്നാണ്. ഞാൻ 1979 ഒക്ടോബർ മാസം 15-ാം തീയതി ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലാണ് ജനിച്ച് വളർത്തപ്പെടുവാനായിട്ടിടയായത്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ഉള്ളൊരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടുവാനായിട്ടിടയായത്. ഞാൻ ജനിച്ചത് തന്നെ വിശ്വാസ ഭവനത്തിൽ ആണ്. എൻ്റെ പേരൻസിന് ഞങ്ങൾ 4 മക്കളാണ്. 3 പെൺപിള്ളേരും ഒരു മോനുമായിട്ട് അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് എനിക്കുള്ളത്. ഞാൻ ജനിച്ച സമയം തൊട്ടേ വിശ്വാസത്തിലായത് കാരണം സൺഡേ സ്കൂളുകളിൽ പങ്കെടുക്കുവാനും യൂത്ത് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാനും എൻ്റെ ബാല്യകാല
സ്മരണകളൊക്കെ അങ്ങനെയാണ്. സ്കൂൾ ജീവിതം 10ാം ക്ലാസ് വരെ പഠിച്ചു. 10ാം ക്ലാസ് പാസ്സായി. ഒരു തീരെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. മാതാപിതാക്കൾ കൂലിപ്പണി ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ചെറുപ്രായത്തിൽ ചെറിയൊരു വീടും കരണ്ട് പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾ ഒരു മല മല മലമുകളിൽ ആണ് ഞങ്ങളുടെ താമസം. ആ സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ടൗണിലെല്ലാം ലൈറ്റും വെട്ടവും ഒക്കെ കാണുമ്പോഴത്തേന് പല പ്രാവശ്യം ഇങ്ങനെ എൻ്റെ അമ്മ പ്രാർത്ഥിച്ച് കേട്ടിട്ടുണ്ട്, ഈ ലൈറ്റും വെട്ടം കാണുന്ന ഒരു സ്ഥലത്തോട്ട് ഞങ്ങളെ ഒന്ന് താമസം മാറ്റി തരണമേ എന്ന്. അപ്പൊ ചെറുപ്രായം മുതലേ പ്രാർത്ഥന അനുഭവത്തിൽ കൂടെ വളർത്തിക്കൊണ്ടുവന്ന ഒരു പാരമ്പര്യമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങളുടെ ചർച്ചുകളിൽ 18 വർഷക്കാലം ഒരു ദൈവദാസന് ശുശ്രൂഷിക്കുന്ന 18 വർഷം ഞങ്ങളുടെ ചർച്ചിൽ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കൃപയാലെ ആ ദൈവദാസന്റെ ശിക്ഷണത്തിൽ വളരുവാനൊക്കെ കർത്താവ് ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കി. അത് കഴിഞ്ഞ് പാഴ്സനേജുകളിലാണ് ഞാൻ കൂടുതലായിട്ട് വളർന്നത്. അപ്പം നമുക്ക് കൂടുതലായിട്ട് ദൈവത്തിന്റെ വചനം പഠിക്കുവാനും ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുവാനും പ്രാർത്ഥന മാത്രമായിരുന്നു ചെറുപ്പകാലത്തെ ജീവിതത്തിലെ കൈമുതല്. കാരണം ഞങ്ങൾക്ക് മാതാപിതാക്കൾ കൂലിപ്പണി ചെയ്ത് ഞങ്ങളെ വളർത്തുന്ന സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചു തരുവാനായിട്ട് അവർക്ക് വൃത്തിയില്ലാതിരുന്ന ഒരു കാലമായിരുന്നു അന്നത്തെ കാലം. 80കളിലെ കാലങ്ങളിൽ എല്ലാ വീടുകളിലും വളരെ അധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും ബുദ്ധിമുട്ടും ഭാരവും പ്രയാസവും ഒക്കെ അനുഭവിച്ച് ഞങ്ങൾ വളരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സമയങ്ങളിലെല്ലാം മുട്ടയിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുത്ത് ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു. 10ാം ക്ലാസ് പഠനം പൂർത്തിയായി. പിന്നെ തുടർന്ന് മുന്നോട്ട് പഠിപ്പിക്കുവാനായിട്ട് ഒരവസരം ജീവിതത്തിൽ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എൻ്റെ ചിങ്ങവന ബേദേസയിലുള്ള ബൈബിൾ കോളേജിൽ ഒരു വർഷക്കാലം CTHന്റെ കോഴ്സ് പഠിക്കുവാനായിട്ട് ദൈവം ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കി. അങ്ങനെ ദൈവവചനമൊക്കെ പഠിക്കുവാനും അത് ദൈവവചനം ബൈബിൾ കോളേജിൽ പഠിച്ചതും സൺഡേ സ്കൂള് പഠിച്ചതും ഒക്കെയാണ് നമുക്ക് ജീവിതത്തിൽ പ്രാർത്ഥനയും അത് മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ കൈമുതലായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ജീവിച്ചു വരുന്ന സാഹചര്യത്തിൽ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ടൗൺ ഏരിയയിലോട്ട്, അതായത് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ആ വെട്ടം കാണുന്ന സ്ഥലത്തോട്ട് മാറുവാനായിട്ട് ദൈവം കർത്താവ് ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കി. അങ്ങനെ 5 സെന്റ് സ്ഥലമൊക്കെ വാങ്ങിച്ച് ചെറിയ രീതിയിൽ ഒരു വീടൊക്കെ വെച്ച് അന്ന് ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ദൈവദാസന്മാരൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥനയിലും സാമ്പത്തികപരമായിട്ടും ഒക്കെ ഞങ്ങളെ കൈത്താങ്ങൽ നൽകി തന്ന ദൈവദാസന്മാരെ ഇന്ന് രാത്രികാലം ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ പച്ച ഇഷ്ടിക കൊണ്ടാണ് സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നത്. അതിങ്ങനെ വീടിന്റെ മേൽക്കൂര മേയാൻ നിവൃത്തിയില്ലാതിരുന്ന സാഹചര്യത്തിൽ പിന്നെ പച്ച ഇഷ്ടിക ഇങ്ങനെ നിൽക്കുക, മഴ ഇങ്ങനെ വന്ന് പെയ്തില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ദൈവദാസൻ ഈ ഭിത്തിയിലോട്ട് ചേർന്ന് നിന്ന് കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ആ മഴ ആ പ്രദേശത്ത് നിന്ന് മാറിപ്പോയ അത്ഭുതങ്ങളൊക്കെയും കണ്ട് വളർന്നൊരു സാഹചര്യമാണ്. അപ്പൊ പ്രാർത്ഥന എന്താണെന്നും പ്രാർത്ഥനയുടെ മൂല്യം എന്താണെന്നും പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്നും തന്റെ ഭക്തന്മാരുടെ കണ്ണുനീർ കണ്ട് ദൈവം ഒരിക്കലും ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. പക്ഷെ തന്റെ ഭക്തന്മാരുടെ കണ്ണുനീർ കണ്ട് ഒരിക്കലും ദൈവത്തിന് മറികടക്കുവാൻ പറ്റത്തില്ല എന്ന് ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെ അനുഭവിച്ചറിയുവാനൊക്കെ ഈ ജീവിതത്തിൽ അവസരങ്ങളെ കർത്താവ് ഒരുക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചേച്ചിമാരുടെയും എൻ്റെ ആങ്ങളയുടെയൊക്കെ വിവാഹം കഴിഞ്ഞു. എൻ്റെ ഊഴം വന്നപ്പോഴത്തേനും ദൈവസന്നിധിയിൽ വർഷങ്ങളായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമായിരുന്നു തക്കതായ ഒരു തുണ. ആ സമയത്തൊക്കെയും നമുക്ക് ഒന്നും കൊടുക്കുവാനോ ഒന്നിനും യാതൊരു നിവൃത്തിയില്ലാതിരുന്ന സാഹചര്യത്തിൽ കോട്ടയത്തിന്റെ പ്രദേശത്ത് നിന്ന് ഒരു വിവാഹാലോചന കടന്നു വരുവാനായിട്ട് ദൈവം അവസരത്തെ ഒരുക്കി. അത് ആ വിവാഹം നടക്കുവാനും 1999 മെയ് മാസം 20-ാം തീയതി ഞാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കി. എന്നെപ്പോലെ എൻ്റെ കൂടെ പഠിച്ചവരും എന്നെ പോലുള്ള എൻ്റെ അനേക സമശിഷ്ടങ്ങളും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചു കുടുംബജീവിതങ്ങളൊക്കെയും
പരാജയപ്പെട്ടു പോയ സാഹചര്യത്തിൽ വിജയകരമായിട്ട് 26 വർഷക്കാലം ദൈവത്തിന്റെ കൃപയാലെ അത് പൂർത്തീകരിക്കാനൊക്കെയും കർത്താവ് ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കി. 2000 ജനുവരി മാസം 31-ാം തീയതി ദൈവം ദാനമായിട്ട് ഞങ്ങൾക്ക് ഒരു മോനെ നൽകി തന്നു. അത് കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞപ്പോഴത്തേന് രണ്ടാമത്തെ മോനെ കർത്താവ് ജീവിതത്തിൽ നൽകി തന്നു. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടും ഭാരവും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്ന ഒരു വിഷയമായിരുന്നു. ഞങ്ങളുടെ ഇളയ മോന് 10 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുവാനായിട്ട് ഇടയായി. കർത്താവ് സിഗുന്ന ഇൻപങ്ങളുടെ പരദീസയിൽ ഇന്നവൻ വിശ്രമിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഇന്നും ഒരു മാതാവെന്നുള്ള നിലയിൽ എനിക്ക് അറിയത്തില്ല. കർത്താവിനോട് ഞാൻ പല പ്രാവശ്യം ചോദിച്ചതാണ്. അവൻ ആറ്റിൽ നിന്നാണ് അവന്റെ ബോഡി കിട്ടുവാനായിട്ട് ഇടയായത്. പക്ഷേ വളർച്ചയിലാണേലും ബുദ്ധിയിലാണേലും കഴിവിലാണേലും സമർത്ഥനായിരുന്നു ഞങ്ങളുടെ ഇളയ മകൻ ജസ്റ്റിൻ മാണി. 9 വർഷമായി. ഈ ഏപ്രിൽ 2-ാം തീയതി വന്നപ്പോൾ 9 വർഷം തികഞ്ഞു. പക്ഷെ കുഞ്ഞ് വളർന്നു വരുന്ന സാഹചര്യത്തിലൊക്കെയും അവൻ ഒരു 60 വയസ്സ് പ്രായം ഉള്ള ഒരാള് ചെയ്തു തീർക്കേണ്ടിയ കാര്യങ്ങൾ അവൻ 10 വയസ്സിനോടിടയ്ക്ക് അവൻ ചെയ്തു തീർത്തു. ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ദൈവസഭ സഭയുടെ പണികാര്യങ്ങൾ പുതിയതായിട്ട് ഞങ്ങൾ ഒരു ആലയം പണിത സമയത്ത് അതിന്റെ സിറ്റ് ഔട്ടിന്റെ വാർക്കയ്ക്ക് 33 ചാക്ക് സിമെന്റിന്റെ കാലിച്ചട്ടി അവൻ ആ ഏണിയിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നതൊക്കെയും കണ്ടു. അങ്ങനെ ദൈവനാമത്തിന് വേണ്ടിയിട്ടും ദൈവദാസന്മാര് എന്തെങ്കിലും ഒരു മീറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ അവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കുക, അവരെ കരുതുക, അവരെ സ്വീകരിച്ചിരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അതിസമർത്ഥനായിട്ട് ദൈവത്തിന് വേണ്ടി നിന്ന പൈതലാണ്. അത് കഴിഞ്ഞ് ഇവന്റെ മരണമൊക്കെയും കഴിഞ്ഞ് ഒരു അമ്പലത്തിന്റെ സൈഡിന്റെ ഒരു കുളത്തിൽ നിന്നാണ് ആറ്റിൽ നിന്നാണ് ഇവനെ ലഭിക്കുവാനായിട്ട് ഇടയായത്. ആ സമയത്ത് അവിടുത്തെ പൂജാരി അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ മോനെയാണ് എടുത്തതാണല്ലോ എന്ന് ഇങ്ങനെ അറിഞ്ഞപ്പോഴത്തേനും പൂജാരി ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി. 5 മണി സമയമായിരുന്നു. ആ സമയത്ത് അവലും മലരും ഒക്കെ ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ മോൻ അതുവഴി വന്നപ്പോഴത്തേന് പൂജാരി ഇങ്ങനെ ഇവനും കൊടുത്തു. ഇവൻ ഏത് കുഞ്ഞാണെന്നൊന്നും പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. ആ സമയത്ത് പിന്നെ മോൻ പറഞ്ഞു, ഞങ്ങള് പെന്തക്കോസ്തുകാരാണ്, ഞങ്ങൾക്ക് അത് കഴിക്കാൻ പാടില്ല. എന്റെ മമ്മി എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് വേണ്ട. 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോ ഈ പൂജാരി പറഞ്ഞു, ഇതിൽ കൂടുതൽ ഒന്നും ആ കുഞ്ഞിനെ കുറിച്ച് പറയാനില്ല. അവൻ ദൈവത്തിന്റെ അടുത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം അവനെ പഠിപ്പിച്ചിരിക്കുന്നതും അവൻ പഠിച്ചതുമായ കാര്യങ്ങൾ അവന്റെ മരണം വരെ അല്ലെങ്കിൽ അന്ത്യത്തോളം അത് അനുഷ്ഠിച്ച് ജീവിച്ച ഒരു പൈതലാണ്. പക്ഷെ അതിനു മുമ്പ് മാസങ്ങൾക്ക് മുൻപ് ഇങ്ങനെ സ്നാനപ്പെടണമെന്നൊക്കെ പല പ്രാവശ്യം എന്നോട് ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി. മോൻ മരിക്കുന്നതിന് മുൻപ് ഹസ്ബൻഡിന്റെ ചേട്ടൻ ഇതുപോലെ സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് പുള്ളി ഖത്തറിൽ ഒരു കമ്പനിയിൽ കുക്കായിട്ട് ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മോന്റെ പപ്പായുടെ ചേട്ടൻ ഇതുപോലെ മരിച്ച് 5 ദിവസം മരിച്ച് ശവഅടക്കിന് വേണ്ടിയിട്ട് ഹസ്ബൻഡ് ഒരാഴ്ചത്തെ ലീവിന് വേണ്ടിയിട്ട് കടന്നു വന്നതാണ്. പക്ഷെ 5-ാമത്തെ ദിവസമാണ് മോന് ഈ ആക്സിഡന്റ് ഉണ്ടായത്. അങ്ങനെ 5 ദിവസത്തിനുള്ളിൽ 2 മരണം നടന്ന ഒരു കുടുംബമാണ്. ഞങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ആകെ തകർന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ദൈവത്തോട് ഞാൻ വളരെ ഭാരപ്പെട്ട് കരഞ്ഞ നിമിഷങ്ങളൊക്കെയും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കർത്താവേ, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? ഇവൻ ഈ ഇളയ മോനാണെങ്കിൽ മരണ വീടുകളിലൊക്കെയും പാട്ട് പാടാനൊക്കെ അതിസമർത്ഥനായിരുന്നു. എന്റെ ഒപ്പം വന്നിരുന്ന് ഇവനിങ്ങനെ പ്രത്യാശയുടെ ഗാനങ്ങളൊക്കെ എപ്പോഴും പാടുന്ന ഒരവസ്ഥയായിരുന്നു. YPCക്ക് ഞങ്ങളുടെ PIPയുടെ കൂട്ടായ്മയ്ക്കൊക്കെ ആണേലും ഇവൻ സ്വർഗീയ ദർശനങ്ങളെയൊക്കെയും പ്രാപിക്കുന്ന തരത്തിലുള്ള പാട്ടുകളൊക്കെയാണ് ഇവൻ പാടിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് അന്നൊന്നും നമുക്കിതൊന്നും മനസ്സിലാക്കുവാനോ ഒന്നും കഴിഞ്ഞില്ല. ഒരു ഞായറാഴ്ച ഇതുപോലെ സൺഡേ സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, മമ്മി, മരിച്ചു പോയവരൊക്കെയും പിന്നെ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു. നക്ഷത്രങ്ങളായിട്ട് വരുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. പക്ഷെ ഞാൻ ഇവനോട് പറഞ്ഞു, നീ മരിക്കാൻ പോവുകയാണോ നീ? അപ്പൊ ഞാൻ ഓർത്ത് ഇനി സൺഡേ സ്കൂൾ പഠിപ്പിച്ച ടീച്ചർ ഇനി അങ്ങനെ ആ തരത്തിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ
പിന്നെ ഞാൻ പറഞ്ഞു, മോനെ, നമ്മുടെ മരിച്ചുപോയവരൊക്കെയാണ് നമ്മുടെ വീടിന്റെ മേളിൽ ഇങ്ങനെ നക്ഷത്രങ്ങളായിട്ടൊക്കെ നിൽക്കുന്നത്, ശോഭിച്ചൊക്കെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി. പക്ഷെ മോന് അതേപ്പറ്റി സ്വർഗീയ ദർശനത്തെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ആധികാരികമായിട്ട് അറിയാമായിരുന്നോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഇവൻ കേൾക്കുന്ന വചനമൊക്കെയും ഇങ്ങനെ ഉരുവിടുന്ന പതിവൊക്കെ ഉണ്ട്. എല്ലാ ഞായറാഴ്ചയും സാക്ഷ്യം പറയുമ്പോഴത്തേനും പറയുന്ന ഒരു വാക്യമാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കുമെന്ന്. അതുപോലെ തന്നെ മനോഹരമായ ഗാനങ്ങളൊക്കെയും YTCയുടെ പ്രോഗ്രാമിനൊക്കെയും പാടുവാനൊക്കെയും ഇടയായി. ഒരു ശനിയാഴ്ച വൈകിട്ടാണ് ഇവൻ മരിക്കുന്നത്. ഞായറാഴ്ച ഇവന്റെ ഫ്യൂണറൽ സർവീസ് നടക്കുന്ന സമയത്ത്, ആ സമയത്ത് YTCയുടെ സമയമായിരുന്നു. പാടാൻ വേണ്ടി ഒരുക്കി വെച്ചിരുന്ന പാട്ടാണ്, നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്ക് അഭയസ്ഥാനം, നീ എനിക്ക് ഏകിടും നൽകിടും നീ എന്നുള്ള മനോഹരമായ ഗാനം. അതിപ്പോഴും കേൾക്കുമ്പോഴത്തേന് എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് അവന്റെ ഓർമ്മകൾ ഇങ്ങനെ ഇറങ്ങുന്ന ഒരവസ്ഥയൊക്കെ എന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. എന്നാൽ ഞാൻ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്താണേലും ഈ പാട്ടൊക്കെ പാടി ഞാൻ ദൈവസന്നിധിയിൽ ആശ്വസിക്കാറ് പതിവുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇത് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു? എനിക്ക് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വളരെയധികം ഭാരമാണ്. എന്റെ ശരീരത്തിൽ രോഗത്തിന്റെ അവസ്ഥകളിൽ കൂടെയൊക്കെ ഞാൻ കടന്നു പോകുന്നു. കാരണം മരിക്കുന്നതിന്റെ അന്ന് രാവിലെ ആണേലും എനിക്ക് ചായ തിളപ്പിച്ച് തന്ന കുഞ്ഞാണ്. 10 വയസ്സ് പ്രായമേ ഉള്ളെങ്കിലും ചായ തിളപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി, അതിനകത്ത് ഇച്ചിരി വെള്ളം കൂടി പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ, അത് സാരമില്ല. എന്നിട്ട് ഇവൻ സിറ്റൗട്ടിൽ ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ തിരിച്ചു പോയത്. തിരിച്ചു വന്നപ്പോഴത്തേന് ചേതനയായിട്ട് എന്റെ കുഞ്ഞിന്റെ ശരീരം, എനിക്കത് ഒരിക്കലും, എനിക്ക് ഇന്നും 9 വർഷം കഴിഞ്ഞെങ്കിലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു, കർത്താവ്, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇതിങ്ങനെ സംഭവിച്ചു? നേരത്തെ ഒരു പാട്ടിന്റെ ഈരടി എന്നെ അധികമായിട്ട് ബലപ്പെടുത്തി. വേണ്ട ദുഃഖം തെല്ലുമേ, ഉണ്ട് പ്രത്യാശയും ദിനം, കർത്തൻ കാഹളനാദത്തിൽ ഒത്തുചേർന്നിട്ട് ഞാനിനി. ആ പാട്ട് ഞാനങ്ങ് പാടി ഞാനങ്ങ് ആശ്രയിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ കുഞ്ഞ് എന്റെ കർത്താവിന്റെ അരികിലുണ്ട്. നമ്മൾ വിശ്വസ്തയോടെ ജീവിച്ചാൽ മാത്രമേ നമുക്കും അവിടെ ചെന്ന് എത്തിച്ചേരുവാനായിട്ട് കർത്താവ് ജീവിതത്തിൽ അവസരം ഒരുക്കത്തുള്ളൂ എന്നും എന്റെ പ്രാർത്ഥനയുടെ ഒരു വിഷയമാണ്. വളരെ ഭയത്തോടുകൂടെ നമ്മുടെ പ്രവാസ ജീവിതം വളരെ ഭയത്തോടെ കഴിച്ച് നിത്യതയിലെത്തോളം അവന്റെ വരവിന് വേണ്ടിയിട്ട് ഒരുങ്ങി ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാകയാൽ ഓരോ ദിവസവും വളരെ ഭയത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ പ്രവാസ ജീവിതം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മോന്റെ മരണത്തിന് ശേഷം 9 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മാനസികമായിട്ട് ആകെ ഡിപ്രസ്ഡ് ആയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഇവിടുന്ന് ഓടി എവിടെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ളൊരു ചിന്ത. അവസാനം പിന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമുക്ക് അങ്ങനെ വേറൊരിടത്ത് മാറിപ്പോയി താമസിക്കാൻ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞ്, എന്നെ എവിടെയെങ്കിലും വിദേശ രാജ്യത്തോട്ട് എവിടോട്ടേലും എന്നെ അയക്കാനുള്ള ക്രമീകരണം ചെയ്യണം. ഞാൻ കുറച്ചൊന്ന് മാറി നിൽക്കുവാണെങ്കിൽ എന്റെ മൈൻഡ് ഒരു പക്ഷെങ്കിലും ഒന്ന് റെഡിയായി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാനിങ്ങനെ ദൈവത്തോട് വളരെയധികം പ്രാർത്ഥിച്ചു. അപ്പോൾ IPCയില് ഒരു ചർച്ചിലെ ഒരു ഫാമിലി, പുള്ളിക്കാരത്തി നേർത്താണ്, അവര് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അവരുടെ കുഞ്ഞിനെ നോക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ സെലക്ട് ചെയ്തു. വിശ്വാസം ഇല്ലെങ്കിൽ തന്നെ ഒരു കുഞ്ഞ് മരിച്ചു, ഒരു കുഞ്ഞ് വീട്ടിലുണ്ട്. ആ ഒരു അവസരത്തിൽ ഞാൻ നിൽക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ വളരെ പ്രാർത്ഥിച്ച് സൗദിയുടെ രാജ്യത്തോട്ട് കടന്നുപോയി. 3.5 വർഷക്കാലം അവിടെ ജോലി ചെയ്യുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കി. അവിടുത്തെ കുഞ്ഞിന്റെ ചിരിയും കളിയും ഒക്കെയും കാണുമ്പോൾ ഒന്നും കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അല്പമായ വേദനയിൽ നിന്നുള്ള കർത്താവ് എന്നെ വിടുവിച്ചു. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. അന്നേരം എന്റെ മൂത്ത മോൻ ജെഫിൻ മോനാണ്. ജെഫിൻ എന്നാണ് മൂത്തയാളിന്റെ പേര്. അവനിങ്ങനെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി ഡിഗ്രി ഒക്കെയും കഴിഞ്ഞ് നിൽക്കുവാണ്. ജോലി എവിടെയെങ്കിലും നോക്കാം, പുറത്തോട്ട് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ, വേണ്ട മമ്മി, എനിക്ക് ഇച്ചിരിയും കൂടെ ഒക്കെ പഠിക്കണമെന്ന് പറഞ്ഞ് അവനോട് ദൈവത്തിന്റെ ആലോചന പല ദൈവദാസന്മാരും അറിയിച്ചിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസ കാലഘട്ടം വിദേശ രാജ്യത്തെ പൂർത്തിയാക്കത്തുള്ളൂ. പക്ഷെ ഞങ്ങളത് കേട്ടെങ്കിലും ഞങ്ങളത് തള്ളിക്കളഞ്ഞ കാര്യം. ഭാരിച്ച ഉത്തരവാദിത്തമാണ്, ഒത്തിരി സാമ്പത്തിക നന്മയൊക്കെ വേണം, നമുക്ക് അതിനുള്ള നിവൃത്തിയില്ല. പക്ഷേ മോനാണെങ്കിൽ അത് വളരെ പ്രാർത്ഥനയോടുകൂടെ അതും ഇതൊക്കെ ഏറ്റെടുത്ത് അവൻ ആ വിഷയത്തിന് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് ഇടയായി. അങ്ങനെ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 2024 ഓഗസ്റ്റ് മാസം 14-ാം തീയതി UK അവൻ പഠിക്കുവാനായിട്ട് കടന്നുപോയി.
അങ്ങനെ അവൻ സന്തോഷത്തോടെ ആയിരിക്കുന്നു. കോഴ്സൊക്കെയും ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ചെറിയ രീതിയിൽ പാർട്ട് ടൈം ജോലിയൊക്കെ ഉണ്ട്. ദൈവമക്കളൊക്കെയും അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്പമായ സാമ്പത്തിക ബാധ്യതകളൊക്കെയും അടിയങ്ങളുടെ മുന്നിൽ ശേഷിച്ചിരിക്കുന്നു. കർത്താവ് അതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങളും വഴിയും വാതിലും ഒക്കെയും ഒരുക്കി തന്ന നല്ല ഭാവിക്ക് ഉടമയായി തീർന്ന് അതിലെല്ലാം ഉപരിയായി യുകെക്ക് മോൻ കടന്നു പോകുന്നതിന് മുൻപായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ദൈവത്തോട് ചോദിച്ചത്. എന്റെ മോൻ ആരാധനയ്ക്ക് പോകാൻ ഒരു സ്വാതന്ത്ര്യവും അതിനു വേണ്ടുന്ന ഒരു ചർച്ചും അവന് വേണ്ടിയിട്ട് കർത്താവ് ഒരുക്കി കൊടുക്കണം. അത് മാത്രമായിരുന്നു എൻ്റെ ഏക ലക്ഷ്യം. പ്രാർത്ഥനാ വിഷയം അത് മാത്രമായിരുന്നു. എന്നാൽ കടന്നു പോകുന്നതിന് മുൻപ് തന്നെ ആരാധനാലയം, താമസ സൗകര്യം എല്ലാം കർത്താവ് അവന് വേണ്ടിയിട്ട് ഒരുക്കി. അവൻ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ ചർച്ചിലെ വർഷിപ്പ് ഒക്കെയും ഗിറ്റാറൊക്കെയും വായിച്ച് അത് പാട്ടിനൊക്കെയും നേതൃത്വം കൊടുക്കാനൊക്കെയും കർത്താവ് ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കി. ഓരോ ദിവസവും ഞങ്ങളെ മാനിച്ചു കൊണ്ടിരിക്കുന്ന നല്ല ദയക്കായി സ്തുതിക്കുന്നു. ഇത്രത്തോളം അനേകർ പട്ടുപോയ ഈ മേഖലയിൽ വീണു തകർന്നു പോകാവുന്ന സാഹചര്യങ്ങളിലെല്ലാം കർത്താവ് ഞങ്ങളെ ബലത്തോടെ നിർത്തി. ഇതുവരെയും ഞങ്ങൾ നിന്നതല്ല. ഓരോ ദിവസവും കർത്താവ് ജയത്തോടെ നടത്തി. 2024 23 ആയപ്പോഴത്തേന് എനിക്ക് പെട്ടെന്നൊരു കാർഡിയാക്ക് ഇത് വന്നു. പിന്നെ അറ്റാക്കിന്റെ ഒരു ചെറിയൊരു ലക്ഷണമൊക്കെ വന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു. അതൊന്നും ജീവിതത്തിൽ ഫലിക്കാതെ വന്നു. പെട്ടെന്ന് കാരിത്താസ് ഹോസ്പിറ്റലിലോട്ട് എന്നെ ഷിഫ്റ്റ് ചെയ്യാനായിട്ടിടയായി. 2 ദിവസം ICUവിലും 2 ദിവസം വാർഡിലൊക്കെ ആയിട്ട് വിശ്രമത്തിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് മാസങ്ങൾ വിശ്രമത്തിലായിരുന്നു. അത്യാവശ്യ കാര്യങ്ങളല്ലാതെ ജോലിയൊന്നും ചെയ്യുവാൻ കഴിവില്ലാത്ത അവസ്ഥയിൽ ജീവിതത്തിൽ വളരെയധികം രോഗത്തിന്റെ അവസ്ഥയിൽ കഷ്ടപ്പെട്ടു. എന്നാൽ കർത്താവ് ജീവിതത്തിൽ ഇത്രത്തോളം സൗഖ്യം, വീട്ടിലെ കാര്യങ്ങളൊക്കെയും ചെയ്യുവാനും 2 വർഷക്കാലം പുറത്തുപോയി ജോലി ചെയ്യുവാനും ഒക്കെയും എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ആരോഗ്യവും ബലവും ഒക്കെയും തന്നു. ശത്രു തകർത്ത് കളയുമെന്ന് അതിന്റെ മുഴുവനത്തോടെ ഓരോ ദിവസവും വാതുകെട്ടി പോരാടിയപ്പോൾ ദൈവം കർത്താവ് സ്നേഹത്തിന്റെ കരം തന്നു ഓരോ ദിവസവും നിർത്തി അടിയങ്ങളെ പരിപാലിച്ചു, ജയത്തോടെ നടത്തി. ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിതത്തിൽ ചെയ്തതായ എല്ലാ ചെറുതും വലുതുമായ എല്ലാ ഉപകാരങ്ങൾക്കും ഇന്ന് രാത്രികാലം ഒരു പ്രാവശ്യവും കൂടെ നന്ദി അർപ്പിക്കുവാൻ കർത്താവ് സഹായിച്ച നല്ലതേക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മൂത്ത മോനാണേലും കടന്നു പോകാൻ 1 മാസം ഉള്ള സമയത്ത് ഹസ്ബൻഡ് ഒന്ന് വീഴുവാനായിട്ട് ഇടയായി. കാലിന് 3 പൊട്ടലായിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഞങ്ങൾ ജീവിതത്തിൽ വളരെയധികം ഭാരപ്പെട്ടു. എന്നാൽ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെയും ചെയ്തു. ഏകദേശം ഒരു 1.5 മാസമൊക്കെ ആയപ്പോഴത്തേന് വോക്കർ പിടിച്ച് നടക്കുവാൻ കർത്താവ് ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കി. എഴുന്നേറ്റ് നടക്കുകയില്ല എന്ന് സ്വന്തമായി തന്നെ വിധി എഴുതിയ സ്ഥാനത്ത് കർത്താവ് 1.5 മാസം കൊണ്ട് കാലിന്റെ വേദനകളെല്ലാം മാറ്റി. ഇന്ന് ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ജോലിയൊക്കെയും ചെയ്തു. കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നോക്കി ഞങ്ങളെ സന്തോഷത്തോടെ കർത്താവ് നടത്തി പരിപാലിക്കുന്ന എല്ലാ വിധങ്ങളെ ഓർത്ത് ഒരു പ്രാവശ്യം കൂടെ നന്ദി അർപ്പിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ചെറിയ ചെറിയ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെയും സ്കൂളിലെ പിള്ളേർക്കൊക്കെയും ചെയ്യുവാനായിട്ടൊക്കെയും കർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കി. ദൈവം ചെയ്ത് തരുന്ന ഓരോ നന്മയ്ക്കനുസരിച്ച് അവന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് കുടുംബമായിട്ട് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഹസ്ബൻഡിന് ചെറിയൊരു ആഗ്രഹമുണ്ട്. അത്യാവശ്യ കാര്യങ്ങളൊക്കെയും ചെയ്തു കഴിഞ്ഞ് ജോലിയൊക്കെയും നിർത്തി ഏതെങ്കിലും ഒരു ടീമിന്റെ കൂട്ടത്തിൽ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കടന്നു പോകണം എന്ന് വളരെ ആഗ്രഹത്തോടെ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് ആയിരിക്കുന്നു. കർത്താവ് അടിയങ്ങളുടെ ജീവിതം കൊണ്ട് എന്താഗ്രഹിക്കുന്നു, കർത്താവിന് ഞങ്ങളെ കുറിച്ച് എന്താണ് ഉദ്ദേശമുള്ളത്, താങ്ങുവാനാകാത്ത വിധം ഒരു വേദനകളിൽ കൂടെയും കർത്താവ് കടത്തി വിടത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ താങ്ങി വഴി നടത്തി ഒരു അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ സ്നേഹത്തിന്റെ ആശ്വാസത്തിന്റെ വലിയ കരം ഓരോ ദിവസവും ഇന്നും ഓരോ ദിവസവും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിന് അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനും ദൈവവചനത്തിൽ പറയുന്ന പ്രകാരം കർത്താവിൽ ശരണം പ്രാപിച്ച് ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതയാത്ര ഇങ്ങനെ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം തന്ന ബീനാൻറ്റിക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവനാമത്തിലുള്ള നന്ദിയും സ്നേഹവും വന്ദനവും ഒക്കെ അറിയിക്കുകയാണ്. വീണ്ടും ഞങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങള് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിലാണ് ഞങ്ങൾ ആരാധനയ്ക്ക് കടന്നു പോകുന്നത്. 45 വർഷമായിട്ട് ഞങ്ങൾ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡുമായിട്ടുള്ള ബന്ധത്തിലാണ് ആരാധനയ്ക്ക് കടന്നു പോകുന്നത്. ഞങ്ങൾ ഇപ്പൊ ദൈവത്തെ ആരാധിക്കുന്നത് ഒരു വാടക കെട്ടിടത്തിലാണ്. ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. സ്വന്തമായി അല്പസ്ഥലം ഞങ്ങൾക്ക് ആലയത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കണം. ഒരു ആലയം പണിയണം. ഞങ്ങളുടെ ആലയത്തിൽ ആത്മാക്കൾ കടന്നു വരണം.
ഭൗതികമായ ഒരു നന്മയും അടിയങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അടിയങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായ നന്മകൾ മാത്രമാണ് ഞങ്ങൾക്ക് ലഭിക്കേണ്ടത്. 2018 എന്റെ പിതാവിന് ക്യാൻസർ വന്നു, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഞങ്ങളുടെ അമ്മ ഇന്നും 80 വയസ്സ് പ്രായത്തോളമുണ്ട്, ആരോഗ്യത്തോടെ സൗഖ്യത്തോടു കൂടെ ഇരിക്കുന്നു. ദൈവനാമത്തിന് വേണ്ടി ചെലവിടുവാനും കൊടുക്കുവാനും പഠിപ്പിച്ചത് ഞങ്ങളുടെ മാതാവാണ്. ദൈവനാമത്തിന് വേണ്ടി ചെയ്താലേ നമുക്കത് 100 മടങ്ങ് പ്രതിഫലമായിട്ട് കർത്താവ് തരുവുള്ളൂ. 10 രൂപ ഒരു വരുമാനം നമുക്കുണ്ടായാൽ 9 രൂപ ചെലവാക്കിയിട്ട് 1 രൂപ കർത്താവിന്റെ നാമത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളെ ചെറുപ്പത്തിൽ വളർത്തിയ ദൈവദാസന്മാരും അതിനനുസരിച്ച് നമ്മളെ പഠിപ്പിച്ചത് കൊണ്ട് ആ വിശ്വാസം മാത്രം കൈമുതലാക്കിക്കൊണ്ട് ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതയാത്ര മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കുന്നു. ഞങ്ങളുടെ വിഷമഘട്ടത്തിൽ അനേക ദൈവമക്കള്, അനേക ദൈവദാസന്മാരൊക്കെയും കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി ആശ്വാസ വചനങ്ങളൊക്കെയും പറഞ്ഞു തന്ന് ഞങ്ങളെ ബലപ്പെടുത്തുവാനും ഞങ്ങളെ ശക്തീകരിക്കുവാനും ഒക്കെയും കർത്താവ് തക്ക സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവമക്കളെ, ദൈവസഭകളെ ഒക്കെയും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി ഞങ്ങളെ തകർന്നു പോകേണ്ടുന്ന മണ്ഡലത്തിൽ കൈപിടിച്ച് കരം പിടിച്ച് ഉയർത്തി അനേക ദൈവദാസന്മാര്, ദൈവമക്കള്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമൊക്കെയും ഓരോ ദിവസവും താങ്ങായി തണലായി നിന്ന്, തുണയായിട്ട് കാവലായിട്ട് നിന്ന് ഞങ്ങളെ പരിപാലിച്ച് വഴി നടത്തി ഓരോ ദിവസവും ഞങ്ങളെ ജയത്തോടെ നടത്തുന്നു. വീണ്ടും ഞങ്ങളെ ഓർത്ത് ദൈവമക്കളൊക്കെയും പ്രാർത്ഥിക്കണം. ഇപ്പോഴും ഞങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. കാണുമ്പോഴൊക്കെയും സ്നേഹവും വിശേഷമൊക്കെയും പങ്കുവെക്കുന്ന അനേക ദൈവമക്കളൊക്കെയും ഉണ്ട്. ഞങ്ങളെ സന്തോഷത്തോടെ, ഞങ്ങളുടെ ദുഃഖം ഞങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ അങ്ങനെ ആരുടെയും മുന്നിൽ അങ്ങനെ കരഞ്ഞ് അങ്ങനെ കാണിക്കാറില്ല. കാരണം നമ്മുടെ ഹൃദയത്തിനകത്ത് ദുഃഖമുണ്ട്, ഭാരമുണ്ട്, പ്രയാസമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ നമ്മൾ ദുഃഖിക്കരുത് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മൾ കർത്താവ് നമുക്ക് നമ്മുടെ കയ്യിൽ വളർത്താൻ തന്ന പൈതലാണ് അവൻ, ജസ്റ്റിൻ മോൻ. അവനെ 10 വയസ്സ് വരെ എനിക്ക് ഇന്നും അഭിമാനത്തോടു കൂടെ പറയാം, ജസ്റ്റിൻ മോന്റെ മമ്മിയാണെന്ന് അറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹം. കാരണം 10 വയസ്സ് വരെ അവൻ ജീവിച്ചുള്ളെങ്കിലും കർത്താവിന് വേണ്ടി അധികമായിട്ട് പ്രയോജനപ്പെടുവാനായിട്ട് ദൈവം അവനെ കരങ്ങളുടെ അടുത്ത് ഉപയോഗിച്ച്. അത് എനിക്ക് ഇന്നും അഭിമാനത്തോടു കൂടെ പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അവനെത്തിയ ആ തുറമുഖത്ത്, അല്ലെങ്കിൽ കർത്താവിന്റെ അടുത്ത് നമ്മൾ എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹവും വാഞ്ചയും വളരെയധികം പ്രത്യാശയോടും കൂടെയാണ് ഞങ്ങൾ ഓരോ ദിവസവും ജീവിക്കുന്നത്. കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളെ വഴി നടത്തി, ചെയ്ത ഉപകാരങ്ങൾ എണ്ണി എണ്ണി പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലാണേലും, ആഹാരത്തിലാണേലും, വസ്ത്രത്തിനാണേലും ഒക്കെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട് ഭാരപ്പെട്ട ദിവസങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ ശേഷമാണേലും പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ലാതെ ഞങ്ങൾ ജീവിതത്തിൽ വളരെയധികം ഭാരപ്പെട്ടു. കുടുംബത്തിൽ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് യാക്കോബായ വിഭാഗത്തിൽ നിന്ന് വിശ്വാസത്തിലോട്ട് എന്റെ ഹസ്ബൻഡും പുള്ളിക്കാരന്റെ പെങ്ങളും അവര് ചർച്ച നടത്തുന്നവരാണ്. അങ്ങനെ ഈ 2 പേര് മാത്രമേ അന്ന് വിശ്വാസത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം യാക്കോബായ പശ്ചാത്തലത്തിൽ നിൽക്കുന്നവരായിരുന്നു. ഞങ്ങളുടെ മാതാവിന്റെ മരണശേഷം 2004 മാതാവിന്റെ മരണശേഷം ഞങ്ങൾ ഇതുപോലെ ഒരു ചർച്ചിന്റെ ഒരു കോട്ടേജ് മീറ്റിംഗ് ഭവനത്തിൽ വെച്ച് നടത്തുവാനായിട്ട് ഇടയായി. അപ്പോൾ ഞങ്ങളുടെ മൂത്ത ചേട്ടൻ വന്ന്, ഇനി ഈ വീട്ടിൽ പ്രാർത്ഥന നടത്താൻ പറ്റത്തില്ല, ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ വീടാണ്, ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ദൈവദാസനെ ഇങ്ങനെ പിടിച്ച് വെളിയിലോട്ട് ഇറക്കുവാനൊക്കെ ഇടയായി. ആ സമയത്തൊക്കെ ജീവിതത്തിൽ വളരെയധികം ഭാരവും പ്രയാസവും ഒക്കെ അനുഭവിച്ചു. ഞങ്ങളുടെ അന്നത്തെ ചർച്ചിൽ ഞങ്ങളുടെ ആയിരുന്ന ദൈവദാസനോട് ഞാൻ പറഞ്ഞു, ഇനി എനിക്കൊരു വീട് ഉണ്ടാകുന്ന സമയത്തെ ഞാൻ എന്റെ മീറ്റിംഗ് ഞാൻ നടത്തത്തുള്ളൂ, ചർച്ചിൽ ഞാൻ എന്റെ പ്രാർത്ഥന നടത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയെന്ന് പറഞ്ഞു. ആ വിഷയത്തിന് ഒരു സ്വന്തമായിട്ട് ഒരു വീട് വേണം. 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ കൈമുതലായിട്ട് ഇല്ലാതിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. എന്നാൽ 10ഓ 15ഓ കുടുംബങ്ങൾ മാത്രം അടങ്ങുന്ന ഒരു ചർച്ച ആയിരുന്നു അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. വസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. അത് 10 സെന്റ് വസ്തു ദൈവം തന്നു. പെട്ടെന്ന് തന്നെ ഒരു പലക അടിച്ച ഒരു ചെറിയൊരു ഷെഡ് അതിനകത്ത് വെക്കുവാനായിട്ട് ഇടയായി. ദൈവത്തിന്റെ അനുഗ്രഹവും കാരുണ്യവും കടാക്ഷവും കൊണ്ട് പിറ്റേ മീറ്റിംഗ് കടന്നു വന്നപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് എന്റെ ഭവനത്തിൽ വെച്ച് നടത്തുവാൻ കർത്താവ് ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കി. പ്രാർത്ഥനയുടെ വിലയേറിയ അനുഗ്രഹങ്ങളൊക്കെയും ജീവിതത്തിൽ കാണുവാനൊക്കെയും കർത്താവ് ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കി.
അങ്ങനെ ഞങ്ങൾ 4 വർഷം ആ കുഞ്ഞു ഭവനത്തിനകത്ത് ഞങ്ങൾ താമസിച്ചു. അത് കഴിഞ്ഞ് ഉള്ള സമയത്ത് ഇതുപോലെ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു ഭവനം ചെറിയ രീതിയിൽ പണിയുവാനായിട്ട് കർത്താവ് ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കി. ഇന്ന് ഞങ്ങൾ ആ ഭവനത്തിനകത്താണ് താമസിക്കുന്നത്. എനിക്ക് ഈ വീടിന്റെ ഓരോ കട്ടയ്ക്കും ഓരോ ജനലിനും എനിക്ക് ഓരോ അനുഭവങ്ങൾ പറയാനുണ്ട്. കാരണം അനേക ദൈവമക്കളുടെ കഠിനമായ അധ്വാനവും അവരുടെ സഹായവും ഒക്കെ കൊണ്ടാണ് ഈ ഭവനം മനോഹരമായിട്ട് ഇത്രോ നിലയിൽ അത് നെയ്യുവാനായിട്ട് കർത്താവ് ഇടയാക്കിയത്. അതുകൊണ്ട് ഓരോ മുറിയിലും ഓരോ സിറ്റൗട്ടിൽ ചെന്നാൽ അതിനൊരു അനുഭവം പറയാനുണ്ട്, ഷീറ്റിന് വേറൊരു അനുഭവം പറയാനുണ്ട്, അടുപ്പിന് വേറൊരു അനുഭവം പറയാനുണ്ട്. അങ്ങനെ ഇതിന്റെ ഓരോ ഭാഗങ്ങളും എടുത്തു നോക്കിയാൽ ഇതിനെല്ലാം എനിക്ക് നന്ദിയോടെ 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 ദൈവത്തെ സ്തുതിക്കത്തക്ക നിലയിൽ ഓരോ അനുഭവങ്ങൾ എനിക്ക് ഈ ഭവനത്തിനോടുള്ള ബന്ധത്തിൽ ചെയ്ത് എടുത്ത കാര്യങ്ങൾ ഓർത്ത് പറയാനായിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങൾ ഈ ഭവനത്തിൽ ആയിരിക്കുന്നു. ദൈവമക്കള് തുടർന്നൊക്കെയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത്രയോ സമയം എന്നെ ശ്രവിച്ചിരുന്ന എല്ലാ ദൈവമക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. വിശേഷം ബീനാന്റിയോടുള്ള നന്ദി ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഞങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഒരു പ്രാവശ്യം കൂടെ അപേക്ഷിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നന്ദി. പ്രൈസ് നമ്മളെ എല്ലാവരെയും പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതേ വേദപുസ്തകം പറയുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. ഞാൻ പലപ്പോഴും വീട് പണിയുന്ന കാര്യങ്ങളിൽ പലരും പല കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറയും, പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ ജീവിതത്തിലും ഇതുപോലെ അനുഭവം, ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൻ്റെ അനുഭവം ഇതുപോലെയാണ്. ആമേൻ. വിളിച്ചുണർത്തി കയ്യിൽ കൊണ്ട് തന്ന് നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉറക്കം കൊടുക്കാതെ, ചിലരെ ഉറക്കം കൊടുക്കാതെ കാര്യങ്ങൾ നടത്തി തരുന്ന ദൈവമുണ്ട്. കർത്താവ് വീട് പണിയാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഭണ്ഡാരത്തിലെല്ലാം ഉണ്ട്. കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യം. പക്ഷേ അതിൻ്റെ നടുവിൽ ഞാൻ ചിന്തിക്കുക, 40-45 വർഷമായിട്ടൊരു വിശ്വാസ ഭവനമാണ്. പക്ഷേ ആ ഭവനത്തിലെ വിശ്വാസത്തെ തകർത്തുടയ്ക്കുവാൻ ഒരു 10 വയസ്സുകാരൻ്റെ ജീവിതം പൊലിഞ്ഞു പോകുക എന്ന് പറയുമ്പോൾ അതാർക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന കാര്യമല്ല. മരണം എന്നുള്ളത്, വേർപാട് എന്നുള്ളത് ഏറ്റവും ദുഃഖം തരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആർക്കും, അത് പ്രായമായവരാകട്ടെ, കുട്ടികളാകട്ടെ, യൗവനക്കാരാകട്ടെ, അതാരുമായാലും ആമേൻ, നമുക്കതൊരു വേദന ഉളവാക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ അംഗങ്ങളായിരിക്കുന്നവർ ഈ ലോകത്ത് നിന്നും മാറ്റപ്പെടുമ്പോൾ നമ്മൾ ഈ ലോകത്തു നിന്നും എന്ന് ടാറ്റ പറയുന്നോ അതുവരെയും നമുക്കത് ഓർമ്മയിൽ നിൽക്കും. പക്ഷേ എനിക്ക് സിസ്റ്ററെ ഓർത്ത് വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട്. കാരണം 10 വയസ്സുകാരനായ ഒരു കുഞ്ഞിൻ്റെ വേർപാട് ഒരമ്മമാരും താങ്ങുന്നതല്ല. പക്ഷെങ്കിൽ തളർന്നു പോയ സാഹചര്യത്തിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ കരമയച്ച്, തൻ്റെ സ്നേഹമയച്ച്, ആത്മാർത്ഥതയോടെ ഹല്ലേലൂയ ദാസിയുടെ കരം പിടിച്ച് നിർത്തി, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ വാഗ്ദത്തം പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ഏകാന്തത, നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ മാറ്റി 2 ദിവസം വെക്കേഷൻ്റെ ടൈമിൽ മറ്റൊരിടത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ പോലും നമുക്ക് ശൂന്യത അനുഭവപ്പെടുമ്പോൾ എന്നേക്കുമായി നമ്മളിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന ഒരനുഭവം നമുക്കത് ഒരിക്കലും അംഗീകരിക്കുവാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ, മോൻ ഇമ്പങ്ങളുടെ പറുദീസയിൽ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ നമ്മെക്കാൾ ശ്രേഷ്ഠനാണ്. സ്തോത്രം. അവനെ എത്രയും പെട്ടെന്ന് ആ സ്വർഗീയ നാഥന്റെ അടുത്തെത്തുവാൻ ഇടയായി. ഒരു തോട്ടത്തില് ഒരു തോട്ടക്കാരൻ അത് ചെടികൾ നടുമ്പോൾ അതിൻ്റെ പൂവ് മറ്റുള്ളവർ ഉതിർത്തുകൊണ്ട് പോകുവാൻ അനുവദിക്കത്തില്ല. എന്നാൽ തോട്ടക്കാരന് വന്ന് അതിൻ്റെ അകത്തെ ഏത് പുഷ്പവും ഏത് സമയവും ഉതിർത്തെടുക്കുവാൻ അധികാരമുണ്ട്. പ്രൈസ് ലോർഡ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ പറയും റോസാപുഷ്പമാണ് മനോഹരം. ഓരോരോ പുഷ്പങ്ങൾക്കും അതതിൻ്റെ മനോഹാരിതയുണ്ട്. ഞാൻ നമ്മളെ ഇന്ത്യയിലായിരുന്നു, ഇപ്പോൾ ഞാൻ ഈ UK ഇംഗ്ലണ്ടിൽ വന്ന് ഇവിടുത്തെ പൂക്കൾ കണ്ടപ്പോൾ ഭയങ്കര മനോഹാരിതയാണ്. ഞാനിപ്പോൾ എൻ്റെ ഫ്ലവർ വൈസ് വെച്ചിരിക്കുന്ന ഈ പൂവ് റോസാപ്പൂവിന് തുല്യമാണ്. നിറച്ചു നിൽക്കുന്ന, അകത്തുനിന്ന് കുറച്ച് കട്ട് ചെയ്ത് നമ്മൾ
ഫ്ലവർ വേസിൽ വെച്ച ദിവസങ്ങൾ നിന്നു, ഇതുവരെയും കേടായിട്ടില്ല. പറയട്ടെ, ഓരോ ദേശത്തും ഓരോ അതതിൻ്റെതായ നിലകളിൽ പൂക്കൾ പോലെ തന്നെ വ്യക്തികൾക്ക് വിലയുണ്ട്. ആ വ്യക്തികൾ വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ ഭാഷകളിൽ, വിഭിന്നങ്ങളായ ആ, ആ, അവരുടേതായ കൾച്ചറുകളിൽ ജീവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എല്ലാവരിലും ആ ഒരു ആത്മാവുണ്ട്. അത് വിട്ടവന്റെ അടുക്കലേക്ക് ചെന്നെത്തണം, അല്ലേ? അത് മോനിൽ ദൈവം നിവർത്തിച്ചു. ആ അവന്റെ തോട്ടത്തിലെ നല്ലൊരു പുഷ്പമായിരുന്നു, നല്ലൊരു പുഷ്പമായിരുന്ന മോനെ അവൻ പിച്ചി എടുക്കുവാൻ ദൈവത്തിന് കരുണ തോന്നി. പക്ഷെങ്കിൽ നമ്മളും പറയും, ഹോ, എന്തോ ഒരു കനിവില്ലാതെയാണ് എത്ര മനോഹരമായി നിന്ന ആ പുഷ്പത്തെ ആ മനുഷ്യൻ മുറിച്ചെടുത്തതെന്ന് ചോദിക്കും. അതെ, അവൻ അതിനെ കൊണ്ടു ആവശ്യമുണ്ട്. അല്ലെ, ഒരു പക്ഷെങ്കിൽ അത് തളർന്നും വാടിയും നശിച്ചും മറ്റുള്ളവർക്ക് ഉപകാരഹീനമാകുന്നതിൽ അധികം ആ കുഞ്ഞിനെ ദൈവം അനേകർക്ക് ആ ജീവിച്ച 10 വയസ്സിനുള്ളിൽ, ഞാൻ കേട്ടത് ഒരു 60 വയസ്സുകാരന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവൻ ജീവിച്ചിരുന്ന സമയം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതാണ് മിറക്കിളായിട്ട് ദൈവം ചെയ്യിപ്പിക്കുന്ന അവനൊരു മിറക്കിൾ ബേബി ആയിരുന്നു. ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. അവൻ ലോകത്തിലെ പാപമേശാതെ, കളങ്കം പറ്റാതെ അവന്റെ പ്രാണപ്രിയന്റെ സന്നിധിയിൽ അവൻ എത്തുവാൻ ഇടയായി. അതുകൊണ്ട് സുജാ സിസ്റ്റർ ഈ ദിവസങ്ങളിൽ അവൻ മനസ്സിനെ ഭാരപ്പെടുത്തും. എത്രയായാലും ഒരമ്മ മരിക്കും വരെയും, ഈ ലോകം വിടും വരെയും ഭാരം മാറത്തില്ല. ഞാൻ പറയട്ടെ, നമ്മൾ എത്ര പ്രായമായാലും, നമ്മുടെ അമ്മമാർ എത്ര പ്രായമായാലും, ഒരു 105 110 വയസ്സ് വരെ ജീവിച്ചിരുന്ന് മരിച്ചാലും നമുക്ക് ദുഃഖമാണ്. അവര് ഒരുപക്ഷെ കഷ്ടത്തിലായിരിക്കാം, പ്രയാസത്തിലായിരിക്കാം, ക്ഷീണിതരായിരിക്കാം. പക്ഷെങ്കിൽ വേർപാടെന്ന് പറയുന്നത് അങ്ങനെയാ. അപ്പോ 10 വയസ്സ് നമ്മോട് മടിയിൽ കയറി ഓടിക്കളിച്ച് നമ്മോടത്തെ തലേ ദിവസം വരെയും കളിയും ചിരിയുമായി ചായ വരെ അനത്തി തന്ന ഒരു കുഞ്ഞ് മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഉൾക്കൊള്ളുന്ന കാര്യമല്ല. എങ്കിലും സർവശക്തനായ ദൈവം, സർവകൃപാലുവായ ദൈവം, സർവ ആശ്വാസങ്ങളുടെ ഉടയവനായ കർത്താവ് തൻ്റെ ദാസിയെയും ദാസനെയും നിലനിർത്തുന്നത് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. തുടർന്നും ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്തദാസിയെ ദൈവം കുടുംബമായിട്ട് ഉപയോഗിക്കട്ടെ. മോന്റെ കാരണത്താൽ എത്രയോ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുവാനിടയായി, അല്ലേ? ഇതൊക്കെ ഒരു മുഖാന്തരങ്ങളാണ്. ദൈവവചനം പറയുന്നത് എന്താണ്? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വളരെ ഫലം കഴിക്കും. അതാണ് പറയുന്നത്. അപ്പം നമ്മളിലൂടെ അനേക ഫലം പുറത്തു വരുവാൻ, അപ്പൊ ചോദിക്കാതെ സിസ്റ്റർക്ക് അനുഭവം വന്നാലേ വേദന ഉണ്ടാകൂ എന്നുള്ളത് അല്ല. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം നമ്മിലൂടെ പലത് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഒന്ന് അതിൻ്റെതായ ആ ഗോതമ്പ് മണി നിലത്ത് വീണത് ചീഞ്ഞ് അളിഞ്ഞ് നാറ്റം വമിച്ച് അത് ഒന്നുമല്ലാതായപ്പോൾ അതിൽ നിന്ന് പുതിയ നാമ്പ് പുറത്ത് വന്നിട്ട് അതിൽ നിന്നും എത്രയോ ഗോതമ്പ് മണികൾ, ഒരെണ്ണമാണ് ഒരെണ്ണമാണ് ചത്തത്, പക്ഷെ അതിൽ നിന്ന് എത്രയോ ഗോതമ്പ് മണികൾ. അതേപോലെ നിങ്ങളിലൂടെ ദൈവം വലിയവ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആകയാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിനെ ധൈര്യപ്പെടുത്തണം. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക. ആമേൻ. മൂത്ത മോന് ആമേൻ അതിനോട് ചേർന്ന് നിങ്ങളെ ആമേൻ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഈ ലോക ജീവിതം ശാശ്വതമല്ല. എങ്കിലും മക്കളിൽ എന്താ പഴയ കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്, മാമ്പൂ കണ്ടും മക്കളെ കണ്ടും ഒന്നും കൊതിയൂറണ്ടായെന്ന്. പക്ഷെങ്കിൽ ദൈവം തമ്പുരാൻ നമുക്ക് തന്ന നല്ല ദാനങ്ങൾ നമുക്ക് സന്തോഷമായി തന്നെ ഈ ലോകത്തിൽ കാണുവാൻ ദൈവം ഇടയാക്കും. ആമേൻ. മാത്രമല്ല, ഇനിയും നിങ്ങളുടെ നല്ല നല്ല ആഗ്രഹങ്ങളാണ്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ സർവശക്തനായ ദൈവം മാനിക്കും. കാരണം ദൈവവചനം പറയുന്ന നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുമെന്ന് നമുക്ക് സ്തോത്രത്തോടെ അങ്ങോട്ട് ദൈവത്തോട് അറിയിച്ചാൽ മതി. അപ്പം എല്ലാറ്റിനും സമയമുണ്ട്. ആ സമയമൊക്കെയും തൻ്റെ സമയത്ത് ദൈവം തമ്പുരാൻ ചെയ്തെടുത്ത് നിങ്ങളെ കൊണ്ട് വൻ ക്രിയകൾ ചെയ്യിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ലൈവിൽ കടന്നു വന്ന് ഈ സാക്ഷ്യം കേട്ട എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെയും ഞാനടക്കം ഇതുപോലെയുള്ള പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ഒരു പക്ഷെങ്കിൽ വേർപാടായിരിക്കാം,
ചിലർക്ക് കടഭാരമായിരിക്കാം, ചിലർക്ക് രോഗമായിരിക്കാം, ചിലർക്ക് എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ല എന്നുള്ള ചിന്തയിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ ഭർത്താവ് കാണും, പക്ഷെ വിധവയെ പോലെ ആയിരിക്കും അവർ ജീവിക്കുന്നത്. ചിലപ്പോൾ ഭാര്യ കാണാം, ഒരു വൈധവ്യ അവസ്ഥയിലായിരിക്കാം ഭർത്താവ് ജീവിക്കുന്നത്. മറിച്ച് മക്കളെല്ലാം ഉണ്ടായിരിക്കാം, അനാഥരെ പോലെ ജീവിക്കുന്ന മാതാക്കൾ പിതാക്കൾ കാണും. ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള പലവിധമാകുന്ന അനുഭവങ്ങളിലൂടെ നാം ഈ ലോകത്തിൽ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. കാരണം കർത്താവ് ഒരു വചനം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: നിങ്ങൾ അനാഥരല്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, കണ്ടാലും ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. കാരണം നമ്മൾ ജനിച്ചു വീഴുന്ന നാൾ മുതൽ ഇന്ന് വരെയും, ഇന്ന് ലോക അവസാനം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യനിമിഷം വരെയും ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ ഒരു പ്രത്യാശയാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഈ സാക്ഷ്യം ശ്രവിച്ച ഓരോ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയുവാനുള്ള ഒരു സന്ദേശം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവിക പർപ്പസുകൾ നമ്മുടെ ജീവിതത്തിൽ അത് പൂർത്തീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവിക മഹിമ അതേ ദൈവം നമ്മളിലൂടെ വെളിപ്പെടുത്തും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങളും ഭാരങ്ങളും നിരാശകളും ഒക്കെ വലിയ മാറ്റങ്ങളായി മാറും. ദൈവം അതിന് അവസരമൊരുക്കും. അതുകൊണ്ട് സുജാ സിസ്റ്ററോടെ എനിക്ക് വളരെ സന്തോഷത്തോടെ പറയുവാൻ ഉള്ള ഒരു കാര്യം ഇതാണ്: കർത്താവിൽ സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ സന്തോഷം കർത്താവിലായി മാറട്ടെ. നമ്മുടെ ജീവിതം ദൈവനാമ മഹത്വത്തിനായിട്ട് മാറട്ടെ. കർത്താവ് തുടർന്നും ദൈവാത്മാവിനാൽ നയിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ കുടുംബമായിട്ട് നിങ്ങളെ ഉപയോഗിക്കട്ടെ. കുഞ്ഞിന്റെ വിദ്യാഭ്യാസവും അവന്റെ ജീവിതവും ഒക്കെ അനുഗ്രഹമായി മാറട്ടെ. നിത്യതയുടെ തുറമുഖത്ത് കടന്നു ചെല്ലുമ്പോൾ പ്രാണപ്രിയനോടൊപ്പം പൈതലിനെയും കാണുവാൻ ദൈവം ഇടയാക്കും. ആ പ്രത്യാശയുടെ തീരത്തെത്തും വരെയും നമുക്കും വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, പ്രത്യാശയോടെ ഈ ലോകത്തിൽ ജീവിക്കാം. ഒരുപക്ഷെ സുജാ സിസ്റ്ററുടെ ജീവിതത്തിൽ ഇങ്ങനെയുണ്ടായത് അനേക മാതാക്കളെ ഒരുപക്ഷെ ബലപ്പെടുത്തുവാനായിരിക്കാം. ഇന്ന് ഈ ലൈവിൽ പലരും കടന്നു വന്നിട്ടുണ്ട്, പലരും ഈ സാക്ഷ്യം കേട്ടു. ഒരുപക്ഷെ നമുക്കറിയില്ല ഏതൊക്കെ നിലയിലൂടെയാണ് അവരുടെ ജീവിതമായിരിക്കുന്നതെന്ന്. എന്നാൽ ഈ സാക്ഷ്യം കേൾക്കുന്ന പലരും ഇന്ന് ആശ്വസിച്ച് കാണും. പലരും ഈ വേർപാടിൽ ഇന്നലെ വൈകിട്ട് കുവൈറ്റിൽ 12th പഠിക്കുന്ന ഒരു മോള് ഈ അറ്റാക്ക് വന്ന് ഈ ലോകത്തു നിന്നും വേർപെടുവാനിടയായി. ഇന്ന് അവളുടെ ഫ്യൂണറൽ സർവീസ് ലൈവായിട്ട് എല്ലാവർക്കും മീഡിയയിൽ കാണാൻ കഴിയും. ഒത്തിരി ദുഃഖാതരമായ അനുഭവങ്ങളാണ്. നമുക്ക് തുടർന്ന് നമ്മുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്ന് അനേക യൗവനക്കാര് പല വിധത്തിലൂടെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ വിടുതൽ, അവരുടെയൊക്കെ ജീവിതത്തിൻ്റെതായ അനുഭവങ്ങളിൽ അവരെ സൂക്ഷിക്കേണ്ടതിന് നമ്മളെ ഒരു കൂട്ടം മാതാക്കളെ പ്രാർത്ഥിക്കുവാനായിട്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നത്. ഒരു ഭാരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. പണ്ട് ഒരു പാസ്റ്റർ ഇങ്ങനെ പറയുകയുണ്ടായി. ഒരു വിശ്വാസിയുടെ കുഞ്ഞ് മരണപ്പെട്ടപ്പോൾ പാസ്റ്റർ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കരയാതെ ആശ്വസിക്കാതെ അവനെ കാണാൻ പറ്റുമല്ലോ എന്നുള്ളത്. എന്നാൽ പാസ്റ്ററുടെ കുഞ്ഞും അതേ സമയമായപ്പോൾ അതേ പ്രായത്തിൽ മരിച്ചു. ഈ സഹോദരൻ ചെന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാനും ഇതിലൂടെയൊക്കെ കടന്നു പോയതല്ലേ, നിങ്ങൾ ആശ്വസിപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞു എന്താണെന്നറിയാമോ? അത് നിൻ പുള്ള, ഇതെൻ പുള്ള. കാരണം ഞാൻ പറയട്ടെ, സ്വന്തം കണ്ണിൽ കുത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേദനയുണ്ടാകും. എന്നാൽ മറ്റുള്ളവരുടെ വേദന എന്തെന്നറിയുവാൻ ദൈവം നമ്മെയും ചില അവസ്ഥയിലൂടെ കടത്തിവിടും. അത് ദോഷത്തിനായിട്ടല്ല, നന്മയ്ക്കായിട്ടാണ്. അതൊക്കെയും തിന്മയ്ക്കായിട്ട് നമ്മുടെ ദൈവം ഒന്നും ചെയ്യത്തില്ല. അതല്ലേ, ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ആകയാൽ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ ദാസിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തെ ഓർത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമേറിയ തന്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവെച്ചു. ഇന്നും തളം കെട്ടി നിൽക്കുന്ന തന്റെ ദാസിയുടെ ഹൃദയത്തിന്റെ ഭാരത്തെ മാറ്റുവാൻ ഒരു വാക്കുകൾക്കും എൻ്റെ ഒന്നോ
ഭയപ്പെടേണ്ട ശബ്ദങ്ങൾക്കോ അല്ല. ലോകത്തിൽ ആരെല്ലാം കടന്നു വന്ന് ആമേൻ ആശ്വാസ വാക്കുകൾ പറഞ്ഞാലും ആ കുഞ്ഞിന്റെ വിടവ് അവിടെ നികത്തുവാൻ കഴിയത്തില്ല. എന്നാൽ സകല ആശ്വാസങ്ങളുടെയും ഉറവിടമായ കർത്താവ് തന്റെ ദാസിയെയും ദാസനെയും അവരുടെ ഹൃദയത്തിന്റെ വേദനകളെയും നന്നായി അറിഞ്ഞുകൊണ്ട് ആ വിടവ് നികത്തി കൊടുക്കുവാൻ മതിയായവനാ. ആകയാൽ ആ ദൈവസന്നിധിയിലേക്ക് ഈ കുടുംബത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൂരത്തും ചാരത്തുമായിട്ട് ഈ സാക്ഷ്യവാചകം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആമേൻ ഈ നമ്മുടെ വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വന്ന് സാക്ഷിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും 8:30 മുതൽ 9:30 വരെയുള്ള ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയും കമന്റുകളായി നിങ്ങൾ അറിയിക്കുവാനും മറന്നു പോകരുത്. ഇങ്ങനെ ഉള്ളവരെ ഒക്കെയും ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ആമേൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സാക്ഷ്യം പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പറുകൾ എനിക്ക് മെസ്സഞ്ചറിലൂടെ അയച്ചു കഴിഞ്ഞാൽ, ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ, ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് മെസ്സഞ്ചറിലൂടെ അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെയും ക്ഷണിക്കുന്നതായിരിക്കും. ഇങ്ങനെ ദൈവം ഒരു അവസരം ഒരുക്കിയല്ലോ. കർത്താവെ, അവിടുത്തെ ദാസിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമം അവരുടെ മഹിമപ്പെടുവാൻ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ദാസിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഹൃദയത്തിന്റെ തീരാവേദനയുടെ നടുവിലും കർത്താവെ ആമേൻ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരു സാക്ഷിയാകുവാൻ അവിടുത്തെ മകളെ ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ ദാസനെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. മാതാവെന്നും പിതാവെന്നുമുള്ള നിലയില് അവർക്ക് തന്റെ മകന്റെ വേർപാടിലേറെ ദുഃഖമുണ്ടെങ്കിലും ആമേൻ സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ കർത്താവ് അവരെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന കൃപകൾക്കായിട്ട് നന്ദി പറയുന്ന കർത്താവെ, എത്രയോ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ വേർപാടിൽ അവരുടെ സമനില തെറ്റി ഇന്നും മാനസിക രോഗികളായി കഴിയുമ്പോൾ ദൈവമേ, അങ്ങയുടെ ദാസിയെയും പിശാചാവിധത്തിൽ എത്തിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ദൈവമേ, അങ്ങിലുള്ള ആശ്രയത്താൽ അവിടുത്തെ കരുണയാൽ അങ്ങ് താങ്കും തണലുമായിട്ട് അങ്ങ് കൂടെ നിന്നതിനാൽ നിന്റെ മകൾ തളർന്നു പോകാതെ നിൽപ്പാൻ ഇടയാക്കിയല്ലോ. പിന്നെയും ആ ബലമുള്ള കരങ്ങളിലേക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ശക്തീകരിക്കണമേ. മഹത്വത്തിന്റെ രാജാവേ, ആ കുടുംബത്തിൽ പിന്നെയും ആമേൻ അഭിഷേകത്തെ അയച്ച്, സന്തോഷത്തെ അയച്ച്, സമാധാനത്തെ അയച്ച് അങ്ങ് നിലനിർത്തണം. മൂത്ത പൈതലിനെയും അവന്റെ വിദ്യാഭ്യാസത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ കുഞ്ഞിന് നല്ല ഭാവി കൊടുത്ത് മാനിച്ചാട്ടെ. അപ്പാ, ഈ ദിവസങ്ങളിൽ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആമേൻ പ്രവർത്തിക്കുവാനുള്ളവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിപ്പിക്കണം. എല്ലാ നന്മകളാലും നിറയ്ക്കണം. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. സകലമാനവും മഹത്വവും അവിടുന്ന് എടുക്കണമേ. സകലവും പുത്രനാം യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയമൂലം കേൾക്കണമേ. സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.